ശിവൻ വൈജിയോട് പറയുന്നുണ്ട്, നിനക്ക് സമാധാനമായല്ലോ. നാളെ അലീന പോവാ. കടപ്പാട്ടൂര് വീട്ടിൽ നിന്നും അവൾ നാളെ പോവാണ്. നിനക്കിനിയിപ്പോ സമാധാനമാകുമല്ലോ. പിന്നല്ലാതെ എനിക്ക് സമാധാനമാവില്ല ശിവേട്ടാ. കുറെ നാളുകളായി എൻ്റെ കുടുംബം തകർത്തുകൊണ്ടിരിക്കുന്ന ഇത്തിൽക്കണ്ണി അവള് പോയാലേ എൻ്റെ കുടുംബം രക്ഷപ്പെടും. അത് നിന്റെ വെറും തോന്നലാ വൈജേ. നിന്റെ കുടുംബം ഇനി നശിക്കാൻ പോണതേ ഉള്ളൂ. എന്താ ശിവേട്ടാ പ്രാകുന്നത് പോലെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമാണ്. സത്യം ഒന്നും അറിയാതെ നീ കിടന്ന് തുള്ളിച്ചാടുമല്ലേ ഇപ്പോ. സത്യം അറിയുമ്പോൾ നീ തന്നെ നെഞ്ചുപൊട്ടി കരയും. എന്തിന്? ആ നാശം പിടിച്ചവള് അവിടുന്ന് പോണതിനോ? ഒരിക്കലുമില്ല. ഞാൻ ഒരിക്കലും അവൾക്ക് വേണ്ടി കരയില്ല ശിവേട്ടാ. അവളിനെ ചത്തെന്ന് പറഞ്ഞാലും എനിക്കൊരു സങ്കടവും ഇല്ല. മതി വേജി, നിർത്ത്. പെട്ടിയും എല്ലാം പാക്ക് ചെയ്തോ. നാളെ ഇനി വിജയശ്രീ ലാളിതയായി കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലേണ്ടതല്ലേ എന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട്, ശിവേട്ടൻ എന്നെ കളിയാക്കൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അവൾ നാളെ പോവാണല്ലോ. എങ്ങോട്ടെങ്കിലും പോയി ചാവട്ടെ നാശം. എനിക്കിനി സമാധാനം കിട്ടും എൻ്റെ മക്കൾക്കും. എൻ്റെ മക്കളെയെല്ലാം അവളെ കൈയടക്കി വെച്ചിരിക്കുക. രോഹിത്തും അഭിനയൊക്കെ അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവര് പോലും ഇപ്പോ അവളുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയല്ലേ. അത്രയ്ക്കുണ്ട് അവളുടെ കൈവശം. എല്ലാവരെയും അവളെ മയക്കെടുത്തിരിക്കുകയല്ലേ. എൻ്റെ ആങ്ങളമാരെ, അമ്മയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ, എല്ലാവരെയും. എന്തിനേറെ പറയുന്നു, ശിവേട്ടന്റെ മോൻ കണ്ടില്ലേ? അവളെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കല്ലേ. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഏതോ ഒരുത്തി പിഴച്ച് പ്രസവിച്ച ആ അലീനനെ അവളെ കെട്ടണമെന്നും പറഞ്ഞ്, ആ ജോലിക്കാരെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കല്ലേ ശിവേട്ടന്റെ മോൻ. അപ്പൊ തന്നെ അവളുടെ കൈവശം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മനു ഇറങ്ങി വരുന്നുണ്ട്. മനു പറയാണ്, എൻ്റെ ഭാവി വധുവാണ് അലീന. അവളെ ഇങ്ങനെ ആദ്യം മോശമായിട്ടൊന്നും പറയണ്ട. അവള് ജോലിക്കാരിയല്ല. ഇപ്പോ അങ്കിൾ അവളെ മകളെ പോലെ സ്വീകരിച്ചിരിക്കാം. ദേ മനു, നീ മിണ്ടി പോകരുത്. എവിടെ സ്വീകരിച്ചു എന്നാ പറയുന്നത്? ഇത്രയും കാലം എല്ലാരെയും കണ്ണുമുടി കിട്ടാനായിട്ട് നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഒരു കഥയുണ്ടാക്കി, അത് അയാളുടെ മകളാണെന്ന്. പക്ഷേ ഇപ്പൊ അത് കള്ളം പൊളിഞ്ഞല്ലോ. വീണ്ടും കള്ളം ഉണ്ടാക്കി പറയണ്ട. നിനക്ക് നാണമില്ലടാ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നവളെ കല്യാണം കഴിക്കാനായിട്ട്? ദേ ആന്റി, ഞാൻ പലതവണ പറഞ്ഞു, അവളുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് ആന്റി ഇങ്ങനെ പറയരുത്. അലീന ആരാണെന്ന് അറിഞ്ഞാൽ ആന്റി ഇങ്ങനൊന്നും പറയില്ല. അലീനയുടെ മഹത്വം എന്താണെന്ന് ആന്റിക്ക് അറിയില്ല. അവളുടെ മനസ്സുള്ളതുപോലെ നന്മയെ ഇവിടെ ആർക്കും ഇല്ല. ആന്റി വെറും സെൽഫിഷ് മാത്രമാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി സ്വന്തമായി മാത്രം സ്നേഹിക്കുന്ന ഒരു വസ്തു. അല്ലാതെ ആന്റിയെക്കുറിച്ച് പറയാൻ എന്തുണ്ട്? പക്ഷെ അലീന അങ്ങനല്ല. ഒരുപാട് അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന, ഒരുപാട് കുടുംബത്തിന് ആശ്വാസമേകുന്ന ഒരാളാണ് അലീന. മനസ്സ് നേരെ നന്മയുള്ളവളാ. അവളാണ് എൻ്റെ ഭാര്യയെ വരാൻ പോണത്. അതിന് ഈ ലോകത്ത് ആരെതിർത്താലും അങ്ങനെ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ മനുവിന് വേറൊരു ജീവിതമില്ല എന്ന് പറയുമ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇടാ, അതിനെ ഞാൻ ചാവണം. ഞാൻ ചത്തു കഴിഞ്ഞാ നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ. അല്ലാതെ ഈ വീട്ടിലേക്ക് അവളെ കൊണ്ടുവരാന്ന് നീ കരുതണ്ട. അമ്മേ, ഈ വീട്ടിൽ കൊണ്ടുവന്നാലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ ജോലി സ്ഥലത്ത് കൊണ്ടുപോയിക്കോളാം, അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലേക്ക് മാറിക്കോളാം. അപ്പൊ പ്രശ്നം അവസാനിച്ചില്ലേ എന്നും പറഞ്ഞ് കമലെ കളിയാക്കുന്നുണ്ട്. ഡാ നിന്നെ ഞാൻ എന്നും പറഞ്ഞ് കമല ദേഷ്യപ്പെടുകയാണ്. ശിവൻ പറയുന്നുണ്ട്, ഒന്ന് മതി, നിർത്ത്. വൈജയ്, ഇനി മേലാൽ അലീനെ കുറിച്ച് നീ വേണ്ടതിനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഞാൻ നിന്നെ തല്ലിയിട്ടില്ല. ഇനി ഒരിക്കലെങ്കിലും അവളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ച ഈ കൈ ആദ്യമായിട്ട് നിന്റെ കവളത്ത് വീഴും. അത് നീ ഓർത്തോ എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. കമല പറയുന്നുണ്ട്, വെറും ഒരു വേലക്കാരിക്ക് വേണ്ടി നിന്നെ അടിക്കുമെന്ന് പറഞ്ഞല്ലോടി ശിവേട്ടൻ. അതിന്റെ കാരണം എന്താണെന്നാ മനസ്സിലാവാത്തത്? എല്ലാവരെയും അവൾ വലവീശി വെച്ചിരിക്കുക. നാശം എന്ന് പറയാണ്. മനു പറയുന്നുണ്ട്, അമ്മേ, അച്ഛൻ പറഞ്ഞതേ അമ്മയ്ക്കും ബാധകമാണ്. അലീനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലേ അമ്മയ്ക്കും കിട്ടുപടി, അത് ഓർമ്മ വെച്ചോ എന്നും പറഞ്ഞ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. കമല പറയുന്നുണ്ട്, കണ്ട വൈജയ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അവളുടെ കാര്യത്തിൽ ഈ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും ഒറ്റ കേട്ടാ. ഈ വീട്ടിൽ മാത്രമല്ല നിന്റെ വീട്ടിലും എല്ലാവരെയും അവൾ എങ്ങനെ മയക്കിയെന്ന. അത് മാത്രമല്ല, നിന്റെ അമ്മയുണ്ടല്ലോ, നിന്റെ സ്വന്തം പെറ്റതള്ള. അവർക്ക് പോലും ഇപ്പൊ അലീനെ മതി. അലീന പോവാന്ന് അറിഞ്ഞപ്പോ തൊട്ടേ അവർക്ക് നെഞ്ചിന് വേദനയാ, ശ്വാസം മുട്ടലാ. അലീന പോവരുതെന്നും പറഞ്ഞ് നിൽക്കുക. നീ പോയി പറഞ്ഞു നോക്ക് നാളെ പോവാണെന്ന്. അപ്പ അറിയാം നിന്റെ അമ്മയുടെ ഭാവം മാറ്റം എന്ന് വൈജയോട് പറയുന്നുണ്ട്. അങ്ങനെ വൈജ നേരെ അമ്മയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ടേ. അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പം മുത്തശ്ശി ആകെപ്പാടെ സാടായിട്ടിരിക്കുകയാണ്. അവിടെ പോയി കസേരയിൽ ഇരുന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മയുടെ മുഖത്തിനെന്താ ഒരു വാട്ടം? എന്ത് വാടാനാ? ഇനിയാ ദൈവം എന്നെ മോളിലോട്ട് വിളിക്കേ വേണ്ടു.
അല്ലാതെ എനിക്കൊന്നും കാണാൻ വയ്യ. നിന്റെ അച്ഛൻ ഇതൊന്നും കാണാതെ നേരത്തെ എനിക്ക് പോയല്ലോ. ഭാഗ്യവാൻ. ഞാൻ എന്തൊക്കെ കാണണ ഈശ്വര. അല്ല, അതിനു വേണ്ടി മാത്രം ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചമ്മേ? അമ്മ ഇത്ര മാത്രം സങ്കടപ്പെടാൻ വേണ്ടി മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന് നിനക്കറിയില്ലേ? നാളെ അലീന പോവാ നെടുമ്പുരിക്കൽ വീട്ടിൽ നിന്നും. അവൾ എങ്ങോട്ടാ പോണേന്ന് നിനക്കറിയോ? എങ്ങോട്ടാ പോയാലും എനിക്കൊരു കുഴപ്പമില്ല. എതിലെങ്കിലും പോയി ചാവട്ടെ നാശം. ദേ വൈജയ്, മിണ്ടിപ്പോവരുത്. അലീനെ പറ്റി അങ്ങനൊരു വാക്ക് പറയരുത്. നീയും ഒരമ്മയല്ലേ? അത്രയും പ്രായമുള്ള ഒരു മകള് നിനക്കോ ഇല്ലേ എന്ന് ചോദിക്കാണ്. എനിക്ക് അത്രയും പ്രായമുള്ള മകളൊന്നും ഇല്ല. അവളെക്കാട്ടിലും പ്രായക്കുറവാ എൻ്റെ മക്കൾക്ക്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. നീ പ്രസവിച്ച ആ കുഞ്ഞ് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ അവളോളം പ്രായം കാണുമല്ലോ. അതിനിപ്പോ എന്താ അമ്മേ? എവിടെയോ വഴി കിടന്നവളെ പിഴച്ചിട്ടിട്ട് പോയതാ അവളെയൊക്കെ. എന്നിട്ട് കൊണ്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ തള്ളും. അങ്ങനെ വേറൊരുത്തി കൂടി ഉണ്ട്, രേവതിക്കുട്ടി. രണ്ടെണ്ണം കണക്കാ. പുളിങ്കുമ്പത്ത് കയറിയല്ലേ രണ്ടും പിടിക്കുള്ളൂ. ദേ വൈജയ്, അനാവശ്യം പറയരുത്. അവള് ജോലിക്കാരിയായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ആ അതെ, അമ്മയുടെ വായിനെ ആ ഒരു വാക്ക് വീണല്ലോ. അമ്മയെ നോക്കാനായിട്ട് ഹോം നേഴ്സായിട്ട് അച്ഛൻ കൊണ്ട് കൊല്ലപ്പള്ളി നിർത്തിയവളാണ് അവൾ അല്ലേ? എന്നിട്ട് അമ്മയെ നോക്കാനെന്നും പറഞ്ഞ പേരിലല്ലേ അവൾ കടപ്പാട്ടൂരേക്ക് വന്നത്? എന്നിട്ട് അവൾ തിരിച്ചിങ്ങോട്ടേക്ക് വന്നോ? അമ്മ തിരിച്ചിങ്ങോട്ട് വന്നല്ലോ. എന്നിട്ട് അവളെന്താ വരാഞ്ഞതിന്റെ കാരണം? അവക്കവിടെ പിടിച്ചുപോയി. എൻ്റെ ഭർത്താവിനെ പിടിച്ചുപോയി. എൻ്റെ ഭർത്താവ് ഒരു പോങ്ങനായതുകൊണ്ട് അവളുടെ പിന്നാലെ മണം പിടിച്ച് നടക്കല്ലേ? അപ്പൊ അവൾ ചിന്തിച്ചു കാണും, ഇയാളെ വെറുതെയിലാക്കിയാൽ ആ സ്വത്തുക്കളെല്ലാം കിട്ടുമെന്ന്. അതിനുവേണ്ടി ആദ്യപടിയായിട്ട് അവൾ എന്നെ എവിടുന്ന് ചവിട്ടി പുറത്താക്കി എൻ്റെ ഭർത്താവിനെ കൈവശപ്പെടുത്തി. മക്കൾ എതിർ നിൽക്കുമെന്ന് കണ്ടപ്പോ മക്കളെയും കൈവശപ്പെടുത്തി. അത് തന്നെയാ സത്യം. ദേ വൈജയ്, അനാവശ്യം പറയരുത്. അതൊരു കൊച്ചു പെൺകുട്ടിയാ. മനസ്സ് നിറയെ നന്മയുള്ള ഒരു പാവം, ഒരു മാലാഖ പോലെ ഒരു പെൺകുട്ടി. അവളെക്കുറിച്ച് നീ ഇങ്ങനെ മോശം പറയരുത്. ബാലേന്ദ്രനും അവളും സ്വന്തം അച്ഛനെയും മോളെയും പോലെയാണ് സ്നേഹിക്കുന്നത്. അല്ലാതെ അവരുടെ മനസ്സിൽ കാപട്യൊന്നുമില്ല. കാപട്യം മൊത്തം നിന്റെ മനസ്സിനാ. ശരിയമ്മേ, ഞാൻ സമ്മതിച്ചു. എൻ്റെ ആങ്ങളമാര് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരും ഇത് തന്നെയാ പറഞ്ഞത്, എനിക്കാ കുഴപ്പമെന്ന്. ശരിയാ, ഞാൻ എന്നെ തന്നെയാ സ്നേഹിക്കുന്നത്. അങ്ങനെ വേണമല്ലോ. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടില്ല, ഭർത്താവിനെ സ്നേഹിച്ചിട്ടില്ല, കൂടപ്പിറപ്പുകളെ സ്നേഹിച്ചിട്ടില്ല. എന്തിന് എൻ്റെ തന്ത നല്ല പോലെ സ്നേഹിച്ചിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ശരി, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ അവളെ ഞാൻ സ്നേഹിക്കില്ല, ചത്താലും ഞാൻ സ്നേഹിക്കില്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയാണ്, ഇതൊക്കെ മാറ്റി പറയാൻ ഒരു ദിവസം വരും വൈജയ്. അതിനുവേണ്ടി കാത്തിരിക്കുക ഞാനും. പക്ഷെ അന്ന് വലിയൊരു തകർച്ചയായിരിക്കും ഉണ്ടാകാൻ പോണത്. അലീന പോകുന്നതോടുകൂടി എല്ലാ പ്രശ്നം അവസാനിച്ചുവെന്ന് നീ കരുതുന്നുണ്ടോ? നാളെ അവൾ പോവാ. ശേഷമാണ് ശരിക്കുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോണത്. നിന്റെ കുടുംബത്തിലും ഇവിടെയും എല്ലായിടത്തും. അതിനുവേണ്ടി മാത്രം അവൾ ആരാ അമ്മേ? എല്ലാവരും പറഞ്ഞു കേട്ടു, അവൾ പോയി കഴിഞ്ഞാ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോവാന്ന്. എന്ത് പ്രശ്നം? അവള് പോയാലേ പിന്നെ സന്തോഷം ഉണ്ടാകാൻ പോണത്. എൻ്റെ മക്കൾ രക്ഷപ്പെടും. പിന്നെ ഒരാൾക്ക് സങ്കടം കാണും, എൻ്റെ ഭർത്താവിന്. അല്ലാതെ വേറെ ആർക്കും ഒരു സങ്കടം കാണില്ല അവള് പോയിന്നും പറഞ്ഞുകൊണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നാളെ എന്തായാലും നീ പോവുകയാണല്ലോ അങ്ങോട്ടേക്കല്ലേ? പൊക്കോ. എങ്ങോട്ടാന്ന് വെച്ചാ നീ പൊയ്ക്കോ. ഇനി മേലാൽ എന്നോട് സംസാരിക്കാനോ എന്നെ കാണാനോ വരണ്ട. അതെന്താമേ? അതെന്താമ്മ അങ്ങനെ പറഞ്ഞത്? പിന്നെ പാവം പിടിച്ചൊരു പെങ്കൊച്ചിനെ വീട്ടിൽ നിറക്കി എങ്ങോട്ടോ കൊണ്ട് വിട്ടിട്ട് നീ വലിയ വിജയശ്രീയിൽ ആളതിയായി നടക്കുന്നത് ആർക്ക് കാണണമടി? നിന്റെ ഭർത്താവിനോ നിന്റെ മക്കൾക്കോ നിന്റെ സഹോദരങ്ങൾക്കോ എന്തിന് പെട്ട തള്ളയായപ്പോ എനിക്ക് പോലും കാണണ്ട. നിനക്ക് നിന്റെ കാര്യം മാത്രം മതിയല്ലോ. നീ അങ്ങനെ അങ്ങ് ജീവിച്ചോ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ വൈജ ദേഷ്യപ്പെടുകയാണ്. അമ്മ എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവക്ക് വേണ്ടി എന്തിനാ അമ്മ വക്കാലത്ത് പിടിക്കുന്നേ? എനിക്കിത് മനസ്സിലാവുന്നില്ല. അമ്മയെ ശുശ്രൂഷിച്ചു, അമ്മയെ നോക്കി, ശരി സമ്മതിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ, സ്വന്തം മോളുടെ ഭർത്താവിൻ്റെ അവിഹിതക്കാരിയാണ് അവളെന്ന് അറിഞ്ഞിട്ടും അമ്മ പിന്നെ എന്തിനാ അവളെ എങ്ങനെ സംരക്ഷിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. ഇത് വൈജയ്, ഞാൻ പറഞ്ഞു, അലീനെയും ബാലേന്ദ്രനെയും പറ്റി അനാവശ്യം പറയരുത്. അത് മാത്രം ഞാൻ കേട്ടോണ്ടിരിക്കില്ല. ചെറുപ്പത്തിലെ നിന്നെ ഞാൻ തല്ലിരാ. ഇനിയും അങ്ങനെ ഒരു അവസരം നീ എനിക്ക് ഉണ്ടാക്കരുത്. കൊള്ളാം, ശിവേട്ടനും ഇതേ ഡയലോഗ് തന്നെയാ പറഞ്ഞത്. അലീനെ പറ്റി മോശം പറഞ്ഞ എന്നെ തല്ലുവെന്ന്. എല്ലാവർക്കും ഇതെന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാക്കാനില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. ബാലേന്ദ്രനെ കുറിച്ച് കുറ്റം പറയാനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? എന്ത് അവകാശമാണ് നിനക്കുള്ളത്? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്.
23 വർഷം മുമ്പ് നീ ആരായിരുന്നോന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? തന്നിഷ്ടപ്രകാരം തോന്നിവാസം കാണിച്ച് നടന്നവളല്ലേ നീ? ആ പേരില് കുടുംബത്തിനും ഞങ്ങൾക്കൊക്കെ ഉണ്ടായ മാനനഷ്ടവും അതുപോലെ ഞങ്ങൾ അനുഭവിച്ച മാനസിക പ്രയാസങ്ങളൊക്കെ നിനക്ക് വല്ല അറിയാവോടി? എല്ലാം ചെയ്തു കൂട്ടി വെച്ചിട്ട് ഒന്നും അറിയാത്തവളെ പോലെ നീ ഇപ്പൊ അവന്റെ കൂടെ ജീവിക്കാം. എന്നിട്ടും അവന് നീ ഒരു സ്വൈര്യം കൊടുക്കില്ല. എന്നിട്ടിപ്പോ അവന്റെ അവിഹിതക്കടയും തോണ്ട് നടക്കുന്നു. നാണമുണ്ടോ നിനക്ക് എന്ന് ചോദിക്കാണ്. മതിയമ്മേ മതി. എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് എന്നെ കുത്തിക്കാണിക്കാൻ ഈ ഒരു വിഷയത്തിലേക്കല്ലേ അമ്മയൊക്കെ വരുള്ളൂ. എനിക്ക് കേൾക്കണ്ട. നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വാതിൽ വലിച്ചടച്ച് ഇറങ്ങി പോവാണ്. കമല അവിടെ ഇരിക്കുകയായിരിക്കും. എന്താ നിന്റെ അമ്മ പറഞ്ഞത്? സ്ഥിരം പല്ലവി തന്നെ. ശിവേട്ടൻ പറഞ്ഞതുപോലെ അമ്മയും പറഞ്ഞു. അലീനെ പറ്റി മോശം പറഞ്ഞ അമ്മ എന്നെ തല്ലുവെന്ന്. എന്റെ വൈജെ, ഇവർക്കുള്ളത് എന്താ സംഭവിച്ചത്? ഇതെന്താ അലീന എല്ലാവർക്കും കൂടി കൈവശം കളിക്കങ്ങ് കൊടുത്തോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ അവളുള്ള കൂടത്തോളം ചെയ്തോ? എല്ലാവരും ഇങ്ങനെ അവളെന്ന് പറഞ്ഞ ജീവൻ കളയാൻ മാത്രം എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല വൈജെ എന്ന് പറയുമ്പോൾ വൈജ പറയാണ്, എനിക്കും അത് തന്നെയാ. നാളെ അവള് പോയി കഴിയുമ്പോൾ എന്റെ കുടുംബം തകരും, ഞാൻ അനുഭവിക്കുന്നൊക്കെയാ എല്ലാവരും പറഞ്ഞത്. അലീന പോകുന്നത് എല്ലാവർക്കും അത്രമാത്രം വിഷമാ. എന്റെ ഭർത്താവിന്റെ അവിഹിതക്കാരിയാണെന്ന് അറിഞ്ഞിട്ട് പോലും എല്ലാവരും ഇത്രമാത്രം അവളെ സ്നേഹിക്കുന്ന എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്ത എന്നും പറഞ്ഞുകൊണ്ട് വൈജ മുറിയിലേക്ക് പോവാണ്. അവളുടെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് കേട്ടോ. അലീന രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കാണ്. ബബിതയും കൃഷ്ണയും രോഹിയും കോളേജിലും സ്കൂളിലും ഒന്നും പോയിട്ടില്ല. ബാലേന്ദ്രനാണെങ്കിലോ ഓഫീസിലേക്കും പോയിട്ടില്ല കേട്ടോ. എല്ലാവരും ഒരു ശ്മശാന മൂകതയില് ഒരു മരണം നടന്ന വീട് പോലെ ഇരിക്കുകയാണ് അവിടെ എല്ലാവരും. അലീന എല്ലാവർക്കും കൊണ്ടുവന്ന് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ മുഖത്തെ സങ്കടമൊക്കെ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛാ, ദേ നിങ്ങൾ എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് തന്നെ പോവല്ലേ. അപ്പോ എല്ലാവരും എന്നെ സന്തോഷത്തോടെ യാത്രയാക്കാനായിട്ട്. ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും കാണാം. കുളത്തൂപ്പുഴയല്ലേ, അതിവിടുന്ന് 3-4 മണിക്കൂർ ട്രാവൽ ചെയ്താല് എത്താവുന്ന സ്ഥലമല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ എല്ലാവരും കൂടി ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നേ? എന്നെ കൂടി വിഷമിപ്പിക്കും എല്ലാവരും. അലിന ചേച്ചിക്ക് അപ്പൊ വിഷമമൊന്നും ഇല്ലേ? വിഷമമില്ലെന്ന് ഞാൻ പറയില്ല. നിങ്ങളൊക്കെയല്ലേ എൻ്റെ ജീവൻ. നിങ്ങളെ കളഞ്ഞിട്ട് പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ സാഹചര്യമല്ലേ, പോകാതിരിക്കാൻ പറ്റുമോ? ഇപ്പോ എൻ്റെ കല്യാണം കഴിച്ച എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നെങ്കിലോ? അപ്പോഴും ഞാൻ പോകണ്ടേ? അപ്പൊ വിദേശത്തേക്കാണെങ്കിൽ എന്ത് ചെയ്യും? കുറെ കാലം കഴിഞ്ഞല്ലേ എന്നെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കരുതിയാൽ മതി. നിങ്ങളുടെ അലിന ചേച്ചിനെ വിവാഹം കഴിച്ചയച്ചു, അത്രമാത്രം. അങ്ങനെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിളമ്പിക്കൊടുത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാണ്. ആർക്കും ആഹാരം അങ്ങോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ. എല്ലാവരും പിച്ചി ഇരിക്കുകയാണ്. എന്താ എല്ലാവരും കഴിക്കാത്തെ? ഒന്ന് കഴിക്ക്. അങ്ങനെ എല്ലാവരും പതിയെ കഴിച്ചു എന്ന മട്ടില് ആക്കി തീർത്ത് എഴുന്നേക്കുന്നുണ്ട്. അലീന പോയിട്ട് ബാലിനോട് ചോദിക്കാണ്, അച്ഛാ, രോഹിയും കൂട്ടി ഞാനൊരു സ്ഥലം വരെ പൊക്കോട്ടെ. ഇപ്പോഴോ? എങ്ങോട്ടാ? അത് ഞാൻ വന്നിട്ട് പറയാം, അത്യാവശ്യമാ. ശരി, പോയിട്ട് വാ, പെട്ടെന്ന് വരണം, നമുക്ക് രാവിലെ ഇറങ്ങാനുള്ളതാ. ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അലീന രോഹിയെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ അവരെവിടെ പോയതാ? അറിയില്ല, എവിടെ പോയതാ. അച്ഛന് സങ്കടമൊന്നും ഇല്ലേ? ചേച്ചി പോവാന്ന് പറഞ്ഞ ഉടനെ അച്ഛൻ എന്തിനാ സമ്മതിച്ചത്? എന്തിനാ വേറെ സ്ഥലം കണ്ടെത്തിയേ? ചേച്ചീനെ നമുക്ക് മനുവേട്ടനെ കൊണ്ട് കെട്ടിച്ചാ പോരായിരുന്നോ? ഞാനത് ആലോചിച്ചതാ മോളെ. പക്ഷേ ഇനിയും കുറെ കടമ്പകളൊക്കെ കടക്കാനുണ്ട്. എങ്കിൽ മാത്രമേ മനുവായിട്ടുള്ള അവളുടെ വിവാഹം നടക്കുള്ളൂ. പിന്നെ അവളിപ്പോ പോകാൻ പോണത് അവൾക്ക് തീർത്തും ഷെൽട്ടർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാ. ഒന്നും പേടിക്കാനില്ലാത്ത സ്ഥലത്താ. കൃഷ്ണയും ബബിതയും പറയുന്നുണ്ട്, എങ്കിലും അച്ഛനൊന്ന് ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചി പോവില്ലായിരുന്നു. അല്ല മോളെ, ഇനി അവളെ നിർബന്ധിച്ച് നിർത്താൻ പാടില്ല. വേറൊന്നും കണ്ടല്ല, നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അവൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. എല്ലാവരിടത്തും ഓടി നടന്ന് അവൾ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പാവം, നമ്മളൊന്നും അറിയുന്നില്ല. അലീന മാനസികമായി ഒരുപാട് അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് വിഷമങ്ങൾ സഹിച്ച ആ പെണ്ണിവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാ ഞാൻ കുറച്ച് അവൾ റിലാക്സ് ആകട്ടെ എന്ന് കരുതിയത്. നമ്മളെ പിടിച്ചു നിർത്തി അവൾ എന്തിനാ വെറുതെ എങ്ങനെ അനുഭവിക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് മക്കളെ സമാധാനിപ്പിക്കുകയാണ് ബാലേന്ദ്രൻ. അയാൾക്കാണെങ്കിലും ചങ്ക് പൊട്ടുന്ന വിഷമമാണ് കേട്ടോ. അച്ഛാ, അച്ഛനും നല്ല വിഷമമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ മുഖം കണ്ടാൽ അറിയാം. അത് പിന്നെ ഇല്ലാതിരിക്കോ മോളെ? ഇത്രയും കാലം എൻ്റെ ഒരു കൈയായി നടക്കുകയല്ലായിരുന്നോ?
ഞാൻ മാറിയാലും നിങ്ങളെ അവൾ നോക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങളാണെ പോലും അവൾ നന്നായി നോക്കിയില്ലേ? 2 തവണ ഞാൻ അറ്റാക്ക് വന്ന് പെടഞ്ഞു മരിക്കാൻ പോയപ്പോഴും എന്നെ രക്ഷപ്പെടുത്തിയത് അവളല്ലേ? നിങ്ങളുടെയൊക്കെ മൂത്തവളായിട്ടാ ഞാൻ അവളെ കാണുന്നത്. എനിക്ക് ജനിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവൾ എൻ്റെ മകള് തന്നെയാ. വൈജയന്തി ഇനി എന്തൊക്കെ അനാവശ്യം പറഞ്ഞു നടന്നാലും അവളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാ കാണുന്നത്. നീയും കൃഷ്ണ എനിക്ക് എങ്ങനാണോ അതുപോലെ തന്നെയാ എനിക്ക് അലീനയും. അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം വിവരവും കോമൺ സെൻസൊന്നും നിന്റെ അമ്മയ്ക്കില്ല. എന്തായാലും ഇന്ന് കെട്ടുകിടക്കയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തുമായിരിക്കും. ബബിത പറയാണ്, ഞാന് അവളെ വിളിച്ചിരുന്നു. അപ്പോ അവള് പറഞ്ഞത് ആന്റി അവിടെ എല്ലാം തയ്യാറെടുപ്പിലാണെന്നാ. ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ശിവനങ്ങളൊക്കെ അമ്മയെ കുറെ വഴക്ക് പറഞ്ഞു, അതുപോലെ മുത്തശ്ശിയും. പക്ഷെ അമ്മ അതൊന്നും ചെവിക്കൊള്ളുന്ന കൂടിയില്ല എന്ന് പറയുമ്പോ അവള് ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അവരെന്നല്ല, ഇനിയിപ്പോ ദേവൻ തമ്പുരൻ ഇറങ്ങുന്ന പറഞ്ഞാലും വൈദ്യ തീരുമാനിക്ക് നടക്കുള്ളൂന്നേ അവള് പറയുള്ളൂ. അത്രയ്ക്കും അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയല്ലേ അവക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന രോഹിയും കൂട്ടിക്കൊണ്ട് പോണത് ഷർണയുടെ വീട്ടിലേക്കാണ്. അവളുടെ കയ്യിൽ കുറെ പൊതിയൊക്കെ കാണും, കുറെ ഡ്രസ്സും കുറെ ഓർണമെന്റ്സും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവളുടെ അമ്മയും അച്ഛനും കൂടിയൊക്കെ രണ്ടുപേരെ സ്വീകരിക്കുന്നുണ്ടേ. ഗോപനൊന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല. ഗോപൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നിട്ട് ഷർണ എവിടെയും ചോദിക്കുമ്പം ഷർണ അവിടുന്ന് ഓടിപ്പാഞ്ഞെത്തുന്നുണ്ട്. ചേച്ചിന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. എന്താ മോളെ ഒരു മുന്നറിയിപ്പില്ലാതെ രാവിലെ ഒരു വരവ്? അത് പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലേ ഞാനിവിടുന്ന് പോകണ്ട സമയമായെന്ന്. ഞാനിന്ന് ഇവിടുന്ന് പോവാ. അയ്യോ എങ്ങോട്ട്? കുളത്തൂപ്പുഴയ്ക്ക്. അവിടെ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. അവിടെ ഒരു തോട്ടത്തിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ടാ. അപ്പോൾ അച്ഛനതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അച്ഛനോ? ഈ രോഹിത്തിന്റെ അച്ഛൻ. ഞാൻ അച്ഛൻ എന്നാ വിളിക്കാറ്. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി ജോലിയിൽ ചേരണം. അയ്യോ അപ്പൊ ചേച്ചി എനിക്കിനി കാണാനൊക്കില്ലേ? അതിനെന്താ, കുളത്തുപുഴ അമേരിക്കയിലൊന്നും അല്ലല്ലോ. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. മാസ്റ്റർ ഒരിക്കൽ കൃത്യമായി ഞാൻ എല്ലാവരെയും കാണാൻ വന്നിരിക്കും. ഇടയ്ക്ക് എന്നെ കാണാൻ അങ്ങോട്ടും വരണം കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങൾ ഉറപ്പായിട്ടും വരും. ഞങ്ങൾ വരും മോളെ. നീയാ എൻ്റെ മോളെ ഇത്രത്തോളം ആക്കിയെടുത്തത്. ആത്മഹത്യയുടെ വക്കീലായിരുന്നു എൻ്റെ മോള്. അവിടെ നിന്ന് എൻ്റെ മോളെ ഇത്രത്തോളം ആക്കിയെടുത്തത് നീയല്ലേ. പിന്നെ നിന്നെ കാണാൻ ഞങ്ങൾ വരാതിരിക്കോ? പിന്നെ ഇപ്പോൾ ഫോൺ ഉണ്ടല്ലോ, വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ അങ്ങനെയാകാം, അല്ലാതെയാണെങ്കിൽ അങ്ങനെയും വിളിക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ദാ ഇത് ശരണയ്ക്കാ, ഇത് ഗോപനും, ഇത് ഉണ്ണിക്കുട്ടനും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക കേട്ടോ ഡ്രസ്സൊക്കെ. ദാ ഇത് അച്ഛനും അമ്മയ്ക്കും ഉള്ളതുണ്ട്. അയ്യോ ഞങ്ങൾക്കൊക്കെ എന്തിനാ മോളെ, അതൊന്നും സാരമില്ല. ഇതെന്റെ ഓർമ്മയ്ക്കായിട്ടാ ഞാൻ പോവല്ലേ. ശരണ മോളെ ദേ ഇത് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെയാ. ഇതൊക്കെ മോള് വെച്ചോ, മോക്കുള്ളതാ. പിന്നെതാ ഇതൊരു ലാപ്ടോപ്പാ, ഇത് മോക്കുള്ളതാ. ഇനിയിപ്പോ പഠിക്കാനൊക്കെ കൂടിക്കൂടി വന്നോണ്ടിരിക്കുകയല്ലേ. മോൾ ആഗ്രഹിച്ച പോലെ ഒരു ഡോക്ടർ ആവണം. അതിനുവേണ്ടി ഇത് നന്നായി ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് മോക്ക് ഇതിരിക്കട്ടെ. ലാപ്ടോപ്പോ എന്ന് ചോദിക്കുകയാണ്. അതെ. അപ്പോഴേക്കും ഷരണയുടെ അമ്മ പറയാണ്, മോള് കുറെ കാലം കൊണ്ട് ഇത് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ മോളെ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോഴേക്കും ശരണ്യ ഒരു ചെക്ക് എഴുതി, ചെക്കല്ല കേട്ടോ, ഒരു പാസ്ബുക്ക് നമ്മുടെ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്, ശരണയുടെ കയ്യിൽ. ഇതെന്താ മോളെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അമ്മയച്ഛ ഇത് വേറൊന്നുമല്ല. രോഹിത്തിന്റെ അച്ഛൻ ഇവക്ക് പഠിക്കാനുള്ള എല്ലാ തുകയും ഈ ഒരു അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. 25 ലക്ഷം രൂപയാ ഇട്ടിരിക്കുന്നേ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അത് കിട്ടും എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ടിയിരുന്നില്ല. ഇത് ഔദാര്യമൊന്നും അല്ല, ഇവളുടെ അവകാശ. നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാ. രോഹിനെ ഈ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അവളല്ലേ. അതിനുള്ള ഒരു പ്രത്യുപകാരമായിട്ട് കരുതിയാൽ മതി. അച്ഛൻ തന്നെ ഇവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട പൈസയാ. ഇവളിനി 6 മുമ്പിൽ കഴിഞ്ഞിട്ടാൻ പാടില്ല. നല്ല അന്തസ്സായിട്ട് പഠിച്ച് ജോലി മേടിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാശാ എന്ന് പറയുന്നുണ്ട്. പിന്നെ ദേ ഈ രോഹിത്ത്, അത് നിങ്ങളെ ഗോപനെ പോലെ കരുതിയാൽ മതി. എന്താവശ്യമുണ്ടെങ്കിലും ഇവനോട് പറഞ്ഞാൽ മതി, ഇവനത് ചെയ്തു തരും. അതിനും കൂടി വേണ്ടിയിട്ടാ ഞാൻ ഇവനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ അഭാവം നിങ്ങൾക്ക് തോന്നരുത്, അതുകൊണ്ടാ ഞാൻ ഇവനെയും കൂട്ടി വന്നത്. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഗോപ ഇവനെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറയുമ്പം അവൻ തലയാട്ടുന്നുണ്ടേ. അങ്ങനെ അലീന പറയാണ്, ഒത്തിരി ലേറ്റായി, അങ്ങോട്ടേക്ക് ചെല്ലാൻ താമസിക്കും, ഞാനെന്നാ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഷർണയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ്.
ഷർണയ്ക്കും ബാക്കിയുള്ളവർക്കും നല്ല സങ്കടാകുന്നുണ്ട്. ഷർണയെ കരയാണ് കേട്ടോ. അങ്ങനെ രോഹി ചോദിക്കുകയാണ്, ചേച്ചി എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, എന്ത് പറയണടാ? ഞാനില്ലെങ്കിൽ നീ അവരെ നോക്കില്ലേ? അയ്യോ അതല്ല, കാശ് കൊടുക്കാൻ പോവാണെന്നൊക്കെ. അതിനെന്താ കുഴപ്പം? നിന്റെ അച്ഛൻ തന്നെയാ പറഞ്ഞത് കാശ് കൊടുത്തേക്കാന്ന്. 25 ലക്ഷം രൂപയല്ലേ കൊടുത്തുള്ളൂ, നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കൊടുക്കാമെന്ന് ചേച്ചി. അവരുടെ വീടൊക്കെ കണ്ടില്ലേ, നല്ലൊരു വീടൊക്കെ പണിയായിരുന്നല്ലോ. അപ്പൊ അലീന പറയാണ്, അതിന്റെ ആവശ്യമില്ല, എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. അവള് പഠിച്ച് അവളെ ജോലി മേടിക്കണം, അതുപോലെ ഗോപനും. എന്നിട്ട് അവർ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയാലേ അതിനൊരു മതിപ്പും വിലയൊക്കെ അവർക്കുണ്ടാവുള്ളൂ. അതുകൊണ്ടാ എന്ന് പറയുമ്പം, ശരി ചേച്ചി വിഷമിക്കണ്ട, ചേച്ചി പോയാലും എൻ്റെ ഒരു കണ്ണ് ഇവിടെ തന്നെ കാണും. ഷർണേനെ വീട്ടുകാരെ ഞാൻ നോക്കിക്കോളാം, ഒരു സഹോദരന്റെ സ്ഥാനത്തുന്നുണ്ട് എന്ന് പറയുമ്പം, അതെനിക്കറിയാടാ, നീ നോക്കുമെന്ന് എനിക്കറിയാം. അവർക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയാ ഞാൻ നിന്നെയും കൊണ്ട് പോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് വീട്ടിലേക്ക് വന്ന് കയറാണ്. എങ്ങോട്ട് പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഷർണയെ കാണാൻ. ഷർണേനെയോ? അതെ, അവളെ കണ്ടു, സംസാരിച്ചു. അവക്ക് ഒരു ലാപ്ടോപ്പ് ഗിഫ്റ്റ് കൊടുത്തു, അതുപോലെ എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സും. കൊള്ളാലോ, ഇതിനൊക്കെ കാശ് ഇടുന്ന? എൻ്റെ അക്കൗണ്ടിൽ കാശ് എടുക്കുകയല്ലേ അച്ഛാ, അതിന്ന് എടുത്തു കൊടുത്തു. പിന്നെ അച്ഛൻ തന്നാന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അക്കൗണ്ടിലേക്ക് ഞാനൊരു 25 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 25 ലക്ഷം രൂപയോ? അതെ. അപ്പോൾ അത് അച്ഛൻ കൊടുത്തല്ലേ ചേച്ചി എന്ന് രോഹി ചോദിക്കുമ്പം, അല്ല, എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ അതാ ഞാൻ കൊടുത്തത്. ഞാൻ പറഞ്ഞതല്ല അലീന, ഞാൻ കൊടുത്തോളാന്ന്. പിന്നെ നീ എന്തിനാ അച്ഛാ എൻ്റെ അക്കൗണ്ടിലാ കാശ് കിടന്നെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? ഇല്ല, അതവിടെ കിടന്ന് പെറ്റുവരിക എന്നല്ലാതെ വേറൊരു പ്രയോജനമില്ല. അതേസമയം അത് ഞാൻ ആ കുട്ടിക്ക് കൊടുത്താലേ ഭാവിയിൽ നല്ലൊരു ഡോക്ടർ ഉണ്ടാവാൻ പോണത്, ഒരു കുടുംബം മൊത്തം രക്ഷപ്പെടും. അതുകൊണ്ടാ ഞാൻ ആ പൈസ കൊടുത്തത്. പിന്നെ അതുകൊണ്ട് തികയില്ലെന്നൊക്കെ എനിക്കറിയാം. ബാക്കി പൈസ അച്ഛൻ കൊടുത്തോളാന്ന് അന്ന് പറഞ്ഞിരുന്നാണല്ലോ, എനിക്ക് വാക്ക് തന്നതല്ലേ. അതുകൊണ്ട് ബാക്കി പൈസ അച്ഛൻ കൊടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ വന്നേ, സമയം പോവാണ്, നീ പോയി ഒരുങ്ങുമൊക്കെ ചെയ്യ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീന അങ്ങനെ അകത്തേക്ക് പോയിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ടേ. ആ സമയത്ത് അങ്ങോട്ടേക്ക് മനു വരികയാണ്. അപ്പോ ബാലൻ ചോദിക്കുന്നുണ്ട്, നീ വന്നോ? നിന്നെ കാണുന്നില്ലോന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാന്. അങ്ങനെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ അങ്കിളെ? എൻ്റെ ഹൃദയം പറിച്ചോണ്ട് പോവല്ലേ അങ്കിള്? ഞാനാണോ? മനു, അവള് തന്നെയല്ലേ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചത്. ഞാൻ അതിനൊരു വഴി ഉണ്ടാക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ ചെയ്തില്ലെങ്കിലും അവള് തന്നെത്താൻ ഇവിടുന്ന് പോയേനെ. അതുകൊണ്ട് നല്ലൊരു സ്ഥലം നോക്കി ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ എന്ന് പറയുമ്പം, ഞാൻ ചുമ്മാ പറഞ്ഞതാങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടുന്ന് അകത്തേക്ക് കയറുകയാണ്. അലീന എവിടെ എന്ന് ചോദിക്കുമ്പം അവള് കുളിക്കാനും ഒരുങ്ങാനൊക്കെ ആയിട്ട് പോയിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു ഹാളിൽ വന്നിരിക്കുകയാണ്. രോഹിയും ബബിയും കൃഷ്ണയും എല്ലാവരും ഉണ്ട്. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല അവിടുത്തെ ഒരുക്കങ്ങൾ എവിടം വരെയായി? ആന്റിയുടെ കാര്യമാണോ അങ്ങനെ ചോദിക്കുന്നേ? ഇന്നലെ തന്നെ ലഗേജൊക്കെ പാക്ക് ചെയ്തു. അച്ഛൻ നന്നായി പറയുന്നത് കേട്ടു ആന്റീനെ. അതുപോലെ അമ്മയുടെ വക നല്ല സ്ക്രൂ ചെയ്തുണ്ട്. പിന്നെ മുത്തശ്ശി എന്തൊക്കെ വഴക്ക് പറഞ്ഞൊക്കെ കേട്ടു. എവിടുന്ന്? ആര് പറഞ്ഞാലും ആന്റിക്കൊരു അനക്കോ ഇല്ല. ഇന്നിങ്ങോട്ടേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കല്ലേ. അലീന പോയ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുക പുള്ളിക്കാരി. അലീന പഴയൊരു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് കുളിച്ചിട്ട് ഇറങ്ങി വരികയാണ്. ഈ സമയം മനുവിനെ കാണുന്നുണ്ട്. മനുവേട്ടൻ വന്നോ? അല്ല ആന്റി എപ്പം, അല്ല മേഡം എപ്പോ അവിടെ നിന്ന് ഇറങ്ങും? നീ ഇവിടുന്ന് എപ്പോൾ ഇറങ്ങുന്നോ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനാ ആന്റിയുടെ പ്ലാന്. അല്ല നീ ഈ ഡ്രസ്സിട്ടാണോ പോണത്? ഇതെന്താ മനുവേട്ടാ, ഇത് മതിയില്ലേ? അപ്പോൾ ബാലൻ പറയാണ്, അത് പോരാ, നീ അവിടെ വേലക്കാരായിട്ടൊന്നുമല്ല പോണത്, അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള പകിട്ട് തന്നെ പോണം എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഒരു ഡ്രസ്സ് സമ്മാനിക്കുകയാണ്. ഇത് പോയി ഡ്രസ്സ് മാറിക്കൊണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. കൃഷ്ണൻ കൂടെ തന്നെ ചെല്ലുകയാണേ. കവർ തുറന്ന് നോക്കുമ്പം അതൊരു സാരി ആയിരിക്കും കേട്ടോ. ഭയങ്കരമായി വില കൂടിയ ഒരു സാരിയാണ്. കൃഷ്ണ പറയുന്നുണ്ട്, കണ്ട ചേച്ചി, നല്ല അടിപൊളി സാരിയല്ലേ? എൻ്റെ ഈശ്വര, ഇതിന് എന്ത് വില വരും എന്നും പറഞ്ഞ് വില നോക്കുമ്പം 25,000 രൂപ. 25,000 രൂപയോ? എൻ്റെ ഈശ്വര, ഈ പൈസ ഉണ്ടായിരുന്നെങ്കിലേ 10-25 ജോഡി ഡ്രസ്സ് എടുക്കായിരുന്നു. എൻ്റെ പൊന്നി ചേച്ചി, ഓരോ ഡ്രസ്സിനും അതിനായിട്ടുള്ള വാല്യൂ ഇല്ലേ? അതല്ല മോളെ, ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറിനൊക്കെ കൂടിപ്പോയ 300 രൂപ അത്രയും വില വരുള്ളൂ. തയ്ക്കുന്നത് പോലും ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെയാ, തുണിയെടുക്കും തയ്ക്കും, അത്ര തന്നെ.
ഈ പൈസ ഉണ്ടെങ്കിൽ എത്ര പാവപ്പെട്ട പിള്ളേർക്ക് എത്ര ജോഡി ഡ്രസ്സ് എടുക്കായിരുന്നു. അതൊന്നും ഇപ്പൊ ചേച്ചി ചിന്തിക്കണ്ട. അച്ഛൻ ചേച്ചിക്ക് സമ്മാനമായിട്ട് നൽകിയതല്ലേ. ആ അല്ല, ഇതിൻ്റെ കൂടെ ബ്ലൗസും ഉണ്ടല്ലോ. ആ എന്നോട് അച്ഛൻ വന്ന് ബ്ലൗസിൻ്റെ അളവൊക്കെ ചോദിച്ചിരുന്നു. ഞാനാ ചേച്ചിയുടെ അളവെടുത്ത് കൊടുത്തത്. അച്ഛൻ തയ്പ്പിച്ചുകൊണ്ട് വന്നതാ. കൊള്ളാലോടി കള്ളി, അപ്പോൾ നീയും പ്ലാൻ ചെയ്തിട്ടല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് സാരി ഉടുക്കാണ്. കൃഷ്ണമോളോട് ഉടുക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റൊക്കെ എടുത്തു കൊടുക്കുകയും ഉടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന കണ്ണൊന്നും എഴുതത്തില്ലല്ലോ. അപ്പോൾ വഴക്ക് പറഞ്ഞുകൊണ്ട് അവൾ കണ്ണൊക്കെ എഴുതിപ്പിക്കുകയാണ്. ഇതൊന്നും വേണ്ട മോളെ, ഇതൊന്നും എനിക്ക് ശീലമില്ല. അത് സാരമില്ല, എങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മനുവും ബാക്കി എല്ലാവരും അന്താളിച്ച് നിൽക്കുകയാണ്. അലീന ഇത്രയും കാലം ആ ഒരു ചുരിദാറും ഷാളും ഒക്കെ ഇട്ടല്ലേ കണ്ടുള്ളൂ. ആദ്യമായി സാരി ഉടുത്ത് വന്നപ്പോൾ എല്ലാവരും അങ്ങനെ കണ്ണും തള്ളി നോക്കി നിൽക്കുകയാണേ. മനു ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയാണ്, മനുവേട്ടാ അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ. ബാലൻ പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ മോളുടെ ഐശ്വര്യം കണ്ടോ, ദേവി ഇറങ്ങി വരുന്നത് പോലില്ലേ എന്നൊക്കെ പറയാണ്. മതി അച്ഛാ എന്നെ കളിയാക്കിയത് എന്നും പറഞ്ഞുകൊണ്ട് അലീന പറയുന്നുണ്ട്, ഇത്രയും വില കൂടിയൊന്നും വേണ്ടിയിരുന്നില്ല. കൃഷ്ണമോൾ പറയുന്നുണ്ട്, ദേ ചേച്ചി മിണ്ടാതിരുന്നു എങ്ങോട്ട്. എന്നിട്ട് അങ്ങോട്ടേക്ക് ബാലൻ വരികയാണേ. എന്നിട്ട് ഒരു ജ്വല്ലറി ബോക്സ് എടുക്കുന്നുണ്ട്. അവിടുത്തെ ജ്വല്ലറിയിൽ നിന്നും അലീനയ്ക്കായി എടുത്തുകൊണ്ട് വന്ന സ്വർണ്ണാഭരണങ്ങളാണ് കേട്ടോ. എന്താ അച്ഛൻ ചോദിക്കുമ്പം ഇത് നിനക്ക് വേണ്ടിയുള്ള എൻ്റെ സമ്മാനമാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് തുറക്കുമ്പം അതിനകത്ത് മാലയും വളകളും കമ്മലും കൊലുസും എല്ലാം ഉണ്ട് കേട്ടോ. അച്ഛാ ഇതൊക്കെ എനിക്കാണോ? ഇത്രയും സ്വർണത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? ഇതിപ്പോൾ എത്ര പവൻ കാണും? അതൊന്നും നീ അന്വേഷിക്കണ്ട, ഇത് നിനക്കുള്ള എൻ്റെ സമ്മാനമാണ്. ഒരാൾ സമ്മാനം തരുമ്പം അതിനെക്കുറിച്ച് അവരോട് ചോദിക്കാൻ പാടില്ല. അത് മാത്രമല്ല അത് വേണ്ടെന്നും പറയാൻ പാടില്ല. അങ്ങനെ ബബിതയും കൃഷ്ണയും കൂടി ആ കമ്മലൊക്കെ ഇടിയിച്ച് ആ മാലയൊക്കെ ഇടിയിച്ച് വളകളും മോതിരവും പാദസരവും എല്ലാം അണിയിക്കുന്നുണ്ടേ. ഒരു കല്യാണ പെണ്ണെ പോലെ ഒരുങ്ങി നിൽക്കുകയാണ് അലീന. ആ കറുത്ത മൊട്ടുകമ്മലല്ലേ എപ്പോഴും ഇടാറുള്ളത്. കഴുത്തിലാണെങ്കിലോ ഒരു കുരിശുള്ളൊരു മാലയും. അതെല്ലാം മാറി ആ സ്വർണ്ണാഭരണമൊക്കെ ഇട്ടപ്പോൾ അലീനയെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. മനു പറയാണ്, അലീന ഞാനിങ്ങനെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. അങ്ങനെ അലീനയുടെ ഒരു ഫോട്ടോ എടുക്കാണ്. ബബിതയും രോഹിയും കൃഷ്ണയും എല്ലാം മാറി മാറി ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി അടിപൊളിയായിട്ടുണ്ട്, എന്ത് രസമാണെന്നറിയാവോ ഇപ്പം കാണാൻ. ഇപ്പം മനുവേട്ടനൊന്നല്ല, ഏതെങ്കിലും ഒരു കോടീശ്വരനൊക്കെ വന്നേ കൊത്തിക്കൊണ്ട് പോകും. മതിരി കളിയാക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ചിരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ മതിയില്ലേ, ഇതൊക്കെ ഊരി വെക്കത്തില്ലേ? ഊരി വെക്കാനോ? അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ ഇത് പോകുമ്പം ഇതെനിക്ക് കാണണം. അങ്ങനെ ബാലേന്ദ്രൻ തന്നെ വെറും കൈയോടെ വിട്ടുവെന്ന് ആരും പറയുന്നതല്ലോ. എന്താച്ചാ എൻ്റെ കണക്കൊക്കെ തീർത്ത് പറഞ്ഞയക്കാണോ? നിനക്ക് അങ്ങനെ തോന്നിയോ? നിന്റെ നിർബന്ധമല്ലേ പോവാന്? ഞാൻ പറഞ്ഞു നിന്നോട് പോവാനായിട്ട്. നീ ഇവിടെ ഉള്ളതാ എൻ്റെ സന്തോഷം എന്നൊക്കെ പറയുമ്പം മനു പറയാണ്, ദാ ഇതെൻ്റെ വക നിനക്കൊരു സമ്മാനാ എന്നും പറഞ്ഞുകൊണ്ട് മനു കൊടുക്കാൻ കേട്ടോ. അത് ഒരു റിങ് ആയിരിക്കും, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതിൻ്റെ വിരലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് വിരലിലിട്ട് മോതിരിട്ട് കൊടുക്കുന്നുണ്ടേ. കൃഷ്ണമോളും ബബിത അപ്പം കൈയടിക്കാണ്. അച്ഛാ എൻഗേജ്മെന്റ് കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്നായാലും അലീന വിവാഹം കഴിക്കാൻ പോണത് ഞാൻ തന്നെയാ അല്ലേ അലീന എന്ന് ചോദിക്കുമ്പം അലീന ബാലിന്റെ മുഖത്തേക്ക് നോക്കാണ്. കാരണം അവൾക്കിപ്പോൾ പുതിയൊരു അച്ഛനായല്ലോ. അതുകൊണ്ട് തന്നെ ബാലിനും അതൊരു സംശയത്തിൽ നിൽക്കാണ്. സ്റ്റാൻലി അവളുടെ അച്ഛനല്ലേ, മകളുണ്ടെന്ന് അയാൾ അറിയുകയും ചെയ്തു. ഇനിയിപ്പോൾ മനുവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് കുറേ ആളുകൾ കൂടി ആയല്ലോ. അതുകൊണ്ട് അങ്ങനെ രോഹിയാണെങ്കിലോ അവൾക്ക് കുറേ ഫോട്ടോഗ്രാഫ്സൊക്കെ സമ്മാനമായി കൊടുക്കുന്നുണ്ട്. ബബിതയാണെങ്കിൽ അവൾക്ക് കുറേ ഡ്രസ്സുകൾ കേട്ടോ, പുതിയ കുറേ ഡ്രസ്സുകൾ വാങ്ങിയാണ് കേട്ടോ സമ്മാനമായി കൊടുക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഈ പഴയ ചുരിദാറൊന്നും ഇട്ടൊന്നും നടന്നേക്കരുത് കേട്ടോ. ദേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ബാഗിലെ ആ പഴയ ഡ്രസ്സുകളും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ ചേച്ചിയുടെ പുതിയ ഡ്രസ്സുകളാ, ഇത് വേണം അവിടെ പോയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അയ്യോ മോളെ ആ പഴയ ഡ്രസ്സുകൾ വേണ്ട, ഒന്നും പറയണ്ട, പഴയ ഡ്രസ്സൊക്കെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ചേച്ചി എന്നായാലും മടങ്ങി വരുമെന്ന് ഞങ്ങൾക്കറിയാം, അപ്പോൾ ചേച്ചിക്ക് ഉപയോഗിക്കാം, വണ്ണം വെച്ചില്ലെങ്കിൽ കേട്ടോ എന്നും പറഞ്ഞ് ബബി കളിയാക്കുന്നുണ്ട്. കൃഷ്ണ അതുപോലെ തന്നെ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ. എല്ലാവരും സമ്മാനമൊക്കെ തന്ന് എന്നെ പറഞ്ഞേക്കല്ലേ എന്നും പറയുമ്പോഴേക്കും അലിനയുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോള് പോയിട്ട് അലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കരയാണ്.
ചേച്ചി ചേച്ചി ഞങ്ങളുടെ പോകണ്ട ചേച്ചി. എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി. എന്തിനാ ചേച്ചി ഞങ്ങളിട്ട് പോണത് എന്ന് പറയുമ്പം എൻ്റെ ഈ പോക്ക് ഇപ്പോൾ ഒരു അനിവാര്യ മോളെ. മോക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. അമ്മ തിരികെ വരണം. നിങ്ങളും അമ്മയും അച്ഛനൊക്കെ സന്തോഷമായി ജീവിക്കണം. അതിന് ഞാനിവിടുന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അലീനയുടെ ലഗേജ് എല്ലാം രോഹിത് എടുത്ത് ബാലേന്ദ്രൻ്റെ ബാഗിൽ വെക്കുന്നുണ്ട്. കാറിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനും റെഡിയായിട്ട് ഇറങ്ങാണ്. ബബിതയും രോഹിയും എല്ലാവരും മൗനത്തോടെ നിൽക്കാറുണ്ടോ. മനുനാണെങ്കിലും നല്ല സങ്കടം വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? എല്ലാ ദിവസവും ഞാൻ വീഡിയോ കോൾ ചെയ്യും, അല്ലാതെയും വിളിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യില്ല. കൃഷ്ണമോളെ, അച്ഛൻ്റെ മരുന്നും കാര്യങ്ങളെല്ലാം നീ നോക്കണം. രോഹിത്തെ, നീ വേണം നിന്റെ സഹോദരിമാരെ നോക്കാൻ. ഓർമ്മയുണ്ടല്ലോ ബബിതേ? പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചിരിക്കാം. എല്ലാം നോക്കിയും കാണും ചെയ്തോണം കേട്ടോ എന്നും പറയാൻ കേട്ടോ. മനുവേട്ടനോട്, മനുവേട്ടാ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ, അല്ല എനിക്ക് നിർദ്ദേശങ്ങളൊന്നും ഇല്ലേ? എന്തിനാ മനുവേട്ട നിർദ്ദേശങ്ങൾ എന്ന് ചോദിക്കുമ്പം, ഒന്നുമില്ല, നീ എവിടെ പോയാലും ഞാനും വരും അങ്ങോട്ടേക്ക്. ആ ഒരു ഓർമ്മ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ പറയാണ്, ബാ വന്ന് വണ്ടിയിൽ കയറ്, നമുക്ക് പോവാം, അല്ലെങ്കിൽ പിന്നെ രാത്രിയാവും അങ്ങ് ചെല്ലുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറുന്നുണ്ട്. അലീന നിറമഴികളോട് കൂടിയിട്ട് വണ്ടിയിലേക്ക് കയറാണ്. രോഹിയും ബബിയും കൃഷ്ണമോളും മനുവും എല്ലാവരും സങ്കടപ്പെട്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന കടപ്പാട്ടൊരു വീടിനും യാത്ര പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക്, കൊളത്തൂപ്പുഴയ്ക്ക്, സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്ക്.